കൂട്ടുകാരെ നമസ്കാരം. അപ്പോൾ നമ്മൾ സൗദിയിൽ വരുമ്പോൾ അല്ല ഏത് കൺട്രി ആയിക്കോട്ടെ വരുമ്പോൾ പല ടൈപ്പ് ഓഫ് വണ്ടി നമുക്ക് കിട്ടും. അപ്പം പലതും നമുക്ക് ഓടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇത് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനം കിട്ടിയാൽ എങ്ങനെ ഓടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു കൊറിയ ആണെന്ന് തോന്നുന്നു. ഇത് ഡേവും. അപ്പോൾ ഈ ട്രക്ക് കിട്ടിയാൽ എങ്ങനെ ഓടിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. കാര്യം ഞാൻ എൻ്റെ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പല ട്രക്കുകൾ ഓടിക്കുന്ന വീഡിയോസ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. കൂട്ടുകാരെ നമുക്ക് ആദ്യമേ ക്യാബിന് നോക്കാം. നല്ല സെറ്റപ്പുള്ള ക്യാബിനാണ്, അത്യാവശ്യം വലുപ്പമുണ്ട് ക്യാബിന്. കോ ഡ്രൈവറിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല സീറ്റാണ്. നമുക്ക് ബെഡ് തന്നിട്ടുണ്ട്. ഇതിന് ബെഡ് ഒന്നേ ഉള്ളൂ, അതുപോലെ ബാക്കിൽ ഗ്ലാസും കൊടുത്തു. നല്ലൊരു ബെഡാണ്. 6 അടി നീളമുള്ള ആൾക്ക് വേണേലും കിടക്കാം, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, കൂട്ടുകാരെ സീറ്റിന്റെ ഫംഗ്ഷൻ ഇവിടെ തന്നെ. ഓക്കെ, സീറ്റിന്റെ ഫംഗ്ഷൻ ഇവിടെ 2 ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് പൊക്കാനായിട്ട് ഈ ഭാഗത്ത്. ഓക്കെ, പിന്നെ മുന്നോട്ടും പുറമോട്ടും ഈ ലിവർ. പിന്നെ ഇവിടെ ഈ സീറ്റ് പൊക്കുന്നതിനുള്ള സിസ്റ്റങ്ങളെല്ലാം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ ഒത്തിരി ലെങ്ത് ആകുന്നില്ല, നേരെ നമുക്ക് ഗിയറിലേക്ക് പോകാം. മുന്നോട്ട് ഓടിക്കാൻ ഇതിന് 8 ഗിയറുണ്ട്, റിവേഴ്സോടെ കൂട്ടി 9 ഗിയർ. അപ്പോൾ കൂട്ടുകാർ ആദ്യത്തെ 4 ഗിയർ ഇടാൻ വേണ്ടി വേണ്ട ഇതിനെ താഴോട്ട് അടിക്കണം, മറക്കരുത്. വേണ്ടേ, ഇതിനെ താഴോട്ട് അടിക്കണം 4 ഗിയർ. പിന്നെ നമ്മളത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സിഗ്നൽ വരും. 4 ഗിയറിന് ശേഷം നമ്മൾ ഇത് ഇങ്ങോട്ട് ഇടണം. പിന്നെ 5, 6, 7, 8 ഈ രീതിയിൽ. അപ്പോൾ നമുക്ക് അവിടെ കർഗോഷിന്റെ ഒരു പടവും കാണാം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. വണ്ടി എടുക്കുമ്പോൾ എപ്പോൾ എടുത്താലും ഇതിനെ താഴോട്ടാക്കിയിട്ട് എടുക്കണം. അങ്ങനെ 4 ഗിയർ. फिर यहाँ पे ഫോക്സ് ആയ നമുക്ക് ഹാഫ് ഗിയർ ഉപയോഗിക്കാം, താഴോട്ടും മേപ്പോട്ടും. അതിനിത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് വേണ്ട ആ പൊസിഷനുണ്ട്. ഒന്നാമത്തെ ഇവിടാണ് വരുന്നത്, രണ്ടാമത്തെ ഇവിടെ. ഓക്കെ, മൂന്നാമത്തെ ഈ ഭാഗത്ത്, നാലാമത്തെ ഈ ഭാഗത്ത്. അതിന് ശേഷം വണ്ടിക്ക് സ്പീഡായത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അടിക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ ഫിർ 5ാമത്തെ ലിവർ ഇങ്ങോട്ട് പിടിച്ച് ഇവിടെ 5, പിന്നെ ഇവിടെ 6. ഓക്കെ, പിന്നെ ഇവിടെ 7, പിന്നെ ഇവിടെ 8 മാക്സിമം. പിന്നെ നമുക്ക് 1/2 ഗിയറോടെ കൊടുത്ത് 8.5 ആക്കാം. പിന്നെ റിവേഴ്സ് ഇടുമ്പോൾ ഇവനെ നോക്കണം. ഈ ഗിയറിൽ ഹൈ ഫുൾ ബി തോന്നോ. ഓക്കെ, 2 സ്പീഡിലും നമുക്ക് ഇതിനെ റിവേഴ്സ് എടുക്കാം. ഇതിലിട്ടും എടുക്കാം, ഇതിലിട്ടും എടുക്കാം. ഈ മാക്സിമം എന്താണ്ട് ഇങ്ങോട്ട് പിടിക്കുക, ഇങ്ങോട്ട്. ഇവിടാണ് റിവേഴ്സ്. ഇതാണ്ട ഇപ്പൊ നമ്മൾ റിവേഴ്സ് ഗിയറിലേക്കായി. ആയി ഗിയർ ലെവറിലേക്കില്ല. അപ്പൊ ഇതാണ് ഗിയറിന്റെ സിസ്റ്റം. ക്ലിയർ ആണ്. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ടാൽ. ഇതിന് ട്രailer ബ്രേക്ക് ഇല്ല ഈ വണ്ടിക്ക്, ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ജർമ്മന്റെ അതേ സിസ്റ്റമാണ്. ജർമ്മനും ഹാൻഡ് ബ്രേക്ക്, ട്രailer ബ്രേക്ക് ഇല്ല, ഹാൻഡ് ബ്രേക്കേ ഉള്ളൂ. സ്റ്റിയറിംഗ് ഒക്കെ വളരെ നല്ലതാണ്, രസമുണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ ലിവർ ഈ ഭാഗത്ത്. അതിനുശേഷം വേണ്ട ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഇവിടെ കേട്ടോ, ഈ സൈഡിലായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് വൈപ്പറിന്റെ സിസ്റ്റം വേണ്ട സ്റ്റിയറിംഗിന്റെ പല സൈഡിലാണ് വൈപ്പറിന്റെ സിസ്റ്റം. പാനിക വെള്ളം അടിക്കുന്ന ഈ ഭാഗത്ത്. ക്ലിയർ ആയല്ലോ. പിന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ട് വേണ്ട സ്റ്റിയറിംഗിന്റെ ഫംഗ്ഷൻ അതിന്റെ ഇവിടാണ്. വേണ്ട ഈ ഒരു പോയിന്റ് കാണുന്നുണ്ടല്ലോ, അതെ ഇവിടെ. ഓക്കെ, ഇവിടെ ഞെക്കിക്കൊണ്ട് പിന്നെ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. ഇവിടെ സിഗ്നലും വരും. ഞാൻ ഒന്നുകൂടെ ഞെക്കി കാണിക്കാം. തന്നെ ലോക്കാവും. താണ്ട് അവിടെ സിഗ്നൽ കണ്ടോ, സ്റ്റിയറിംഗ് ആക്കുന്നതിൻ്റെ സിഗ്നൽ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നമുക്ക് മേപ്പോട്ടും ആക്കാം. ഇച്ചിരി ടൈറ്റാണല്ലോ മേപ്പോട്ട്. ഓക്കെ, മേളിലും താഴെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതും ആ ബട്ടൺ തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ AC ഇവിടെ ഈ ഭാഗത്ത്. ഇത് ഫാൻ. അത് ക്ലിയർ ആണല്ലോ, സ്റ്റീരിയോയും കാര്യങ്ങളും. പിന്നെ ഇത് നമുക്ക് ലൈറ്റ് ഇടണം, ചോക്കാം. ഓക്കെ, ഈ സൈഡ് 110 ലോക്ക്. ഓക്കെ, ഇതിപ്പോൾ 110 ലോക്ക് ചെയ്തിരിക്കുക. 140 സ്പീഡുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ, ഇത് ഡീസലിൻ്റെ. ഇവിടെ ഇഞ്ചിൻ്റെ ടെമ്പറേച്ചർ, RPM. ഓക്കെ, പിന്നെ എയർ സിലിണ്ടർ ആണ് ഇതിൻ്റെ എയറിൻ്റെ സിസ്റ്റം.
ഇവിടെ സ്പീഡൊക്കെ ഡിജിറ്റലാണ്. സ്പീഡിന് പിന്നെ 2 സിസ്റ്റം ഉണ്ട്, സുയുടെ സിസ്റ്റം ഉണ്ട്, അതുപോലെ ഡിജിറ്റലും കാണിക്കും. അതുപോലെ കിലോമീറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണല്ലോ. ടോപ്പിൽ അത്യാവശ്യം നമുക്ക് വെക്കാനുള്ള സ്ഥലങ്ങളും ബോക്സുകളും ഒക്കെ ഉണ്ട്. ഓക്കെ, ലൈറ്റ് ഉണ്ട് ടോപ്പിൽ. इसमें റൂഫ് नहीं है, ठीक है, റൂഫില്ല ഈ വണ്ടിക്ക്. പിന്നെ സൈഡ് ഗ്ലാസിന്റെ ഫംഗ്ഷൻ ഈ ഭാഗത്താണ്, അത് നമുക്കറിയാം. സൈഡ് ഗ്ലാസിന്റെ സിസ്റ്റവും ഇവിടെ ഉണ്ട്, അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. സൈഡ് ഗ്ലാസിന്റെ സിസ്റ്റവും ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും ഈ വണ്ടി കിട്ടിയാൽ എങ്ങനെ ഓടിക്കണമെന്ന്. സ്റ്റാർട്ട് ചെയ്യുന്നത് ചാവി ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ, അത് നോർമലാണ്. പിന്നെ ഈ വണ്ടി മാനുവലാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഒരു ഏകദേശം ഞാൻ ഈ വണ്ടിയുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടി ഓടിക്കണം, അല്ലെ ഏത് വണ്ടി ഓടിക്കാനാണ് സൗദി വരുന്നത്, ഏത് കൺട്രിയിലായിക്കോട്ടെ, നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാമെങ്കിൽ വരും ദിവസങ്ങളൊക്കെ അങ്ങനെയുള്ള വാഹനത്തിൽ ഇടുന്നതായിരിക്കും. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതുപോലെ വീഡിയോ കാണുമ്പോൾ ലൈക്കും ചെയ്യുക. എല്ലാ വണ്ടിയുടെ ജാൻകാരിയും ഞാൻ ഈ ചാനലിലുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.